ഓക്കെ, നമുക്ക് നോക്കാനുള്ളത് പൊളിറ്റിക്കൽ സയൻസ് ആണ്. BPSC 131 ആ ഒരു പേപ്പറാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പൊ ആ ഒരു പേപ്പറിൽ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പൊളിറ്റിക്സ് ആസ് എ പ്രാക്ടിക്കൽ ആക്ടിവിറ്റി. ഈ ഒരു ഹെഡിങ്ങിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമുക്കത് നോക്കാം. അപ്പൊ എല്ലാവർക്കും ഇഗ്നു ലേണേഴ്സിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് പൊളിറ്റിക്സിലോട്ട് പോവാം. പൊളിറ്റിക്സ് എന്താണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. പൊളിറ്റിക്സ് ആസ് എ പ്രാക്ടിക്കൽ ആക്ടിവിറ്റി നമുക്ക് ഓൾറെഡി അറിയാം. പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റി ആണ്. ആസ് സച്ച് ഇറ്റ് ഈസ് അബൌട്ട് പവർ. ഇത് എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? പവറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്, അധികാരത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ദാറ്റ് ഈസ് ടു സേ ഇറ്റ് ഈസ് അബൌട്ട് ദ കപ്പാസിറ്റി ഓഫ് സോഷ്യൽ ഏജൻസീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പം എന്താണ് ഇത്, എന്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്? ഒരു സോഷ്യൽ ഏജന്റിന്റെ അല്ലെങ്കിൽ ഏജൻസിയുടെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു കപ്പാസിറ്റി, അല്ലെങ്കിൽ അവനെന്തുണ്ട്, ഒരു അധികാരമുണ്ട്, ഒരു പവർ ഉണ്ട്. എന്തിനുള്ള പവറാണ്, എന്തിനുള്ള കപ്പാസിറ്റിയാണ്? ടു മെയിൻറ്റെയിൻ ഓർ ട്രാൻസ്ഫോം ദെയർ എൻവയോൺമെന്റ്. അവന്റെ എൻവയോൺമെന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ ട്രാൻസ്ഫോം ചെയ്യാനും അവിടെ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താനുള്ള അവനൊരു കപ്പാസിറ്റി ഉണ്ട്. അതാണ് അധികാരം, പവർ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ പൊളിറ്റിക്സിൽ പറയുന്നത്. അപ്പൊ എൻവയോൺമെന്റ് എന്ന് പറയുമ്പോൾ അത് സോഷ്യൽ ആകാം, ഫിസിക്കൽ ആകാം. ഓക്കെ, അവന്റെ സോഷ്യൽ എൻവയോൺമെന്റിനെ, ഫിസിക്കൽ എൻവയോൺമെന്റിനെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാനുള്ള ആ ഒരു കപ്പാസിറ്റിയെ കുറിച്ചിട്ടാണ്, ആ ഒരു പവറിനെ കുറിച്ചിട്ടാണ് നമ്മൾ പ്രധാനമായിട്ടും പൊളിറ്റിക്സിൽ പറയുന്നത്. സൊസൈറ്റിയിലുള്ള റിസോഴ്സസിനെ കുറിച്ചിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് അബൌട്ട് ദ റിസോഴ്സസ്. അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം, ഒരു സ്റ്റേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേറ്റിൽ എന്തുണ്ടായിരിക്കും? റിസോഴ്സസ് ഉണ്ടായിരിക്കും. ആ റിസോഴ്സസ് ആരാണോ ഓൺ ചെയ്യുന്നത് അവനാണ് എന്തുള്ളത്? പവർ ഉള്ളത്. അവനാണ് എന്തുള്ളത്? അധികാരം ഉള്ളത്. റിസോഴ്സസ് ആരുടെ കയ്യിലാണോ ഉള്ളത് അവനാണ് എന്തുള്ളത്? അധികാരം ഉള്ളത്. അവനാണ് എന്ത് ചെയ്യുന്നത്? ആ സ്റ്റേറ്റിനെ റൂൾ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് അബൌട്ട് ദ റിസോഴ്സസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ്. പിന്നെന്താണ് പറയുന്നത്? അക്കോർഡിംഗ്ലി പൊളിറ്റിക്സ് ഈസ് എ ഫിനമിന ഫൗണ്ട് ഇൻ ഓൾ ഗ്രൂപ്പ്സ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് സൊസൈറ്റി, കട്ടിങ് അക്രോസ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ലൈഫ്. അപ്പം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രതിഭാസമാണ്. അത് എല്ലാ ഗ്രൂപ്പിലും നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും നമുക്ക് കാണാൻ സാധിക്കും, എല്ലാ സൊസൈറ്റീസിലും നമുക്ക് കാണാൻ സാധിക്കും, അല്ലെ? അത് പ്രൈവറ്റ് ലൈഫ് ആയിക്കോട്ടെ, പബ്ലിക് ലൈഫ് ആയിക്കോട്ടെ, എല്ലായിടത്തും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പൊളിറ്റിക്സ് കാണാൻ സാധിക്കും. It is expressed in all the relations, institutions and structures. ഇത് എവിടെയാണ്? ഇറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ ഓൾ ദ റിലേഷൻ. എല്ലാ റിലേഷനിലും എന്തുണ്ട്? പൊളിറ്റിക്സ് ഉണ്ട്. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും, എല്ലാ സ്ട്രക്ചേഴ്സിലും നമുക്ക് എന്ത് കാണാൻ സാധിക്കും? പൊളിറ്റിക്സ് കാണാൻ സാധിക്കും. പൊളിറ്റിക്സ് ക്രിയേറ്റ്സ് ആൻഡ് കണ്ടീഷൻസ് ഓൾ ആസ്പെക്ട് ഓഫ് അവർ ലൈഫ്. നമ്മുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യുന്നതും അതിനെ കണ്ടീഷൻ ചെയ്യുന്നതും പൊളിറ്റിക്സ് ആണ്. And it is at the core of development of collective problems and the modes of their resolution. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് അറ്റ് ദ കോർ ഓഫ് ഡെവലപ്മെന്റ് ഓഫ് കളക്റ്റീവ് പ്രോബ്ലംസ് ആൻഡ് ദ മോഡ്സ് ഓഫ് ദ റെസൊല്യൂഷൻ. അപ്പൊ എന്താണ് ഇതെന്ന് പറയുന്നത്? എന്താണ്? കോർ ഓഫ് ദ ഡെവലപ്മെന്റ് ആണ്, അല്ലെ? ഡെവലപ്മെന്റ് ഒരു സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിൽ പൊളിറ്റിക്സ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ എന്തുണ്ടാകുള്ളൂ? ഡെവലപ്മെന്റ് ഉണ്ടാകുള്ളൂ. ഇപ്പൊ നമ്മൾ എന്താണ്, ഒരു ഗ്രൂപ്പ് എടുക്കുകയാണ്, ഒരു സ്റ്റേറ്റ് എടുക്കുകയാണ്, അവിടെ എന്തുണ്ട്? കളക്റ്റീവ് പ്രോബ്ലംസ് ഉണ്ട്, എല്ലാവരും നേരിടുന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെ? അപ്പം അതിന് കൃത്യമായിട്ടുള്ള റെസൊല്യൂഷൻസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഡെവലപ്മെന്റിലോട്ട്, ആ റെസൊല്യൂഷൻസിലൂടെ ആ പ്രോബ്ലം പരിഹരിച്ച് ഡെവലപ്മെന്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ടായിരിക്കണം? പൊളിറ്റിക്സ് ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ അടുത്ത ഇതിൽ പറയുന്നുണ്ട്, ഈ പൊളിറ്റിക്സ് എസ് എ പ്രാക്ടിക്കൽ ആക്ടിവിറ്റിയിൽ തന്നെ വരുന്ന സബ് ഹെഡിങ് ആണ് കേട്ടോ. ഇപ്പൊ എന്താണ്? പൊളിറ്റിക്സ് ഡിഫിക്കൽട്ട് ടു ഡിഫൈൻ പ്രിസൈസ്ലി. നമുക്ക് പ്രിസൈസ് ആയിട്ട്, സിമ്പിൾ ആയിട്ട് നമുക്ക് പൊളിറ്റിക്സിനെ ഡിഫൈൻ ചെയ്യാൻ എളുപ്പമല്ല. നമുക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ പൊളിറ്റിക്സിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്, അല്ലെങ്കിൽ ബ്രോഡ് ആയിട്ടുള്ള ഒരു ടേം ആണ്. നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പൊളിറ്റിക്സ് ഈസ് എ ടേം വിത്ത് വേരിഡ് യൂസസ് ആൻഡ് ന്യൂആൻസസ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? പൊളിറ്റിക്സ് എന്ന് പറയുന്ന ടേമിൽ ഒരുപാട് മീനിങ് ഉണ്ട്. ഒരുപാട് പല കോണ്ടെക്സ്റ്റിൽ നമ്മൾ പൊളിറ്റിക്സ് ഉപയോഗിക്കാറുണ്ട്, അല്ലെ? പല കോണ്ടെക്സ്റ്റിൽ, പല മീനിങ്ങിൽ നമ്മൾ അത് ഉപയോഗിക്കാറുണ്ട്. പെർഹാപ്സ് ദ നിയറസ്റ്റ് വി ക്യാൻ കം ടു എ ക്യാപ്സ്യൂൾ സ്റ്റേറ്റ്മെന്റ് ഈസ് ദിസ്. എന്നിരുന്നാലും നമുക്ക് അതിനെ സിമ്പിൾ ആയിട്ട് എന്താണ്, നമുക്ക് അതിനൊരു ക്യാപ്സ്യൂൾ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. സിമ്പിൾ ആയിട്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പൊളിറ്റിക്സ് ഈസ് ദ ആക്ടിവിറ്റി ബൈ വിച്ച് ഗ്രൂപ്പ്സ് റീച്ച് ബൈൻഡിങ് കളക്റ്റീവ് ഡിസിഷൻ ത്രൂ അറ്റംപ്റ്റിംഗ് ടു റീകൺസൈൽ ഡിഫറൻസസ് എമംഗ് ദർ മെമ്പേഴ്സ്. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആക്ടിവിറ്റിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് എന്താണ്, നമുക്ക് വേണമെങ്കിൽ എന്താണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയാം. അവിടെ എന്താണ് നടക്കുന്നത്? ബൈ വിച്ച് ഗ്രൂപ്പ് റീച്ച് ബൈൻഡിങ് കളക്റ്റീവ് ഡിസിഷൻസ്, അല്ലെ? ഒരു ഗ്രൂപ്പ് ചേർന്നിട്ട് എന്താണ് ഡിസിഷൻസ് എടുക്കുന്നു.
ഡിസിഷൻസ് എടുക്കുക എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും, പല പല അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ എല്ലാ വ്യത്യസ്തതകളെയും ഈ ഡിഫറൻസസിനെ എല്ലാം ചേർത്ത് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, കളക്റ്റീവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു. ഓക്കെ, ആ ഒരു ആക്ടിവിറ്റിയെ നമുക്ക് എന്തെന്ന് പറയാം, പൊളിറ്റിക്സ് എന്ന് പറയാം. നമുക്ക് ഓൾറെഡി അറിയാം, നമ്മളിവിടെ നാട്ടിൽ നടക്കുന്ന ഇത് തന്നെയാണ് അല്ലെ. വ്യത്യസ്ത താല്പര്യങ്ങളുള്ള ആൾക്കാരുണ്ടായിരിക്കും, ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഡിസ്കഷനിലൂടെ, ഡിബേറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അവര് ഒരു ഡിസിഷനിലോട്ട് എത്തിച്ചേരുന്നത്. അപ്പൊ ആ ഡിസിഷനിലോട്ട് എത്തിച്ചേരുമ്പോൾ ഒരുപാട് വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഈ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളെ എല്ലാത്തിനെയും കൂടെ റീകൺസൈൽ ചെയ്ത് ഒന്നിച്ച് കൊണ്ടുവന്നിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫൈനലായിട്ട് ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് നേച്ചർ ഓഫ് പൊളിറ്റിക്സ് ആണ്. ഓക്കെ ആണല്ലോ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്കൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എന്തെങ്കിലും ഇതുപോലുള്ള ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ വോയിസ് ഒക്കെ ആയിട്ട് നമുക്കത് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ്, ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്യാം. പിന്നെ അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സൊല്യൂഷൻസോ അങ്ങനെ എന്തെങ്കിലും അസൈൻമെന്റ് റിലേറ്റഡ് ആയിട്ട് എന്ത് സർവീസസ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്, പ്രൊജക്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇഗ്നോർ റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നേച്ചർ ഓഫ് പൊളിറ്റിക്സിലോട്ട് പോവാം. പൊളിറ്റിക്സ് ഈസ് എ കളക്റ്റീവ് ആക്ടിവിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരാളുടെ ആക്ടിവിറ്റി ഒന്നും അല്ല അല്ലെ, കളക്റ്റീവ് ആക്ടിവിറ്റി ആണ്, ഒരു വലിയ ഗ്രൂപ്പിന്റെ ഒരു ആക്ടിവിറ്റി ആണ് അല്ലെ, ഒരുപാട് പേര് ചേർന്നിട്ട് നടത്തുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൊളിറ്റിക്സ് ഇസ് എ ഗ്രൂപ്പ് കളക്റ്റീവ് ആക്ടിവിറ്റി ഇൻവോൾവിംഗ് പീപ്പിൾ ഹു ആക്സെപ്റ്റ് എ കോമൺ മെമ്പർഷിപ്പ് ഓർ അറ്റ്ലീസ്റ്റ് അക്നോളജ് ഷെയർഡ് ഫെയ്റ്റ്. Politics presume an initial diversity of views, if not about goals, then at least about means. അപ്പം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ആദ്യമേ അവിടെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഡൈവേഴ്സിറ്റി കാണാൻ സാധിക്കും. വ്യത്യസ്തമായിട്ടുള്ള താല്പര്യങ്ങളായിരിക്കും, വ്യത്യസ്തമായിട്ടുള്ള വ്യൂസ് ആയിരിക്കും ആൾക്കാർക്ക് ഉണ്ടാകുക. ഇഫ് നോട്ട് അബൌട്ട് ഗോൾസ്, ദെൻ അറ്റ്ലീസ്റ്റ് അബൌട്ട് മീൻസ്. അവർക്ക് ലക്ഷ്യം എല്ലാവർക്കും ക്ഷേമം തന്നെയായിരിക്കും അല്ലെ. എന്താണ് സ്റ്റേറ്റിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ എന്താണ്, എന്തിലോട്ട് എത്തിച്ചേരാൻ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു സൊസൈറ്റി, വെൽഫെയർ സ്റ്റേറ്റിലോട്ട് മാറണം, അല്ലെങ്കിൽ വെൽഫെയർ സൊസൈറ്റി ആയിട്ട് മാറണം. അതായിരിക്കും എല്ലാവരുടെയും പൊതുവായിട്ടുള്ള താല്പര്യം എന്ന് പറയുന്നത്. ലക്ഷ്യത്തിൽ ആർക്കും വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ ആ ലക്ഷ്യത്തിലോട്ട് എത്തിച്ചേരാനുള്ള മാർഗം അത് വ്യത്യസ്തമായിട്ടായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ആൾക്കാരുടെ വിശ്വാസം വ്യത്യസ്തമായിട്ടായിരിക്കും അല്ലെ. അപ്പൊ എന്താണ്, പൊളിറ്റിക്സ് പ്രസ്യൂം ആൻ ഇനിഷ്യൽ ഡൈവേഴ്സിറ്റി ഓഫ് വ്യൂസ്. ആദ്യം നമുക്ക് എന്ത് കാണാൻ സാധിക്കും, ഒരു ഇനിഷ്യൽ ഡൈവേഴ്സിറ്റി നമുക്ക് കാണാൻ സാധിക്കും. ഗോൾസിലല്ല, എന്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മീൻസിൽ നമുക്ക് കാണാൻ സാധിക്കും, മാർഗത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പൊളിറ്റിക്സ് ഇൻവോൾവ്സ് റീകൺസൈലിംഗ് ഡിഫറൻസസ് ത്രൂ ഡിസ്കഷൻ ആൻഡ് പെർസുവേഷൻ. അപ്പം പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഈ പറയുന്ന ഡിഫറൻസസിനെ എല്ലാം ഡിസ്കഷനിലൂടെയും പെർസുവേഷനിലൂടെയും എന്ത് ചെയ്യുന്നു, റീകൺസൈൽ ചെയ്യുന്നു, ഒന്നിച്ചു കൊണ്ടുവരുന്നു അല്ലെ. അപ്പം അങ്ങനെ മാത്രമേ നമുക്ക് എന്തിലോട്ട് പോകാൻ പറ്റുള്ളൂ, ആ ഒരു വെൽഫെയർ സൊസൈറ്റിയിലോട്ട് അല്ലെങ്കിൽ വെൽഫെയർ സ്റ്റേറ്റിലോട്ട് പോകാം. അങ്ങനെയാണ് പൊളിറ്റിക്സ് വർക്ക് ചെയ്യുന്നത്. പൊളിറ്റിക്സിൽ എന്തുണ്ടായിരിക്കും, ഡിഫറൻസസ് ഉണ്ടായിരിക്കും. അപ്പൊ ഡിസ്കഷനിലൂടെയും പെർസുവേഷനിലൂടെയും നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, സംയോജിപ്പിക്കുന്നു അല്ലെ, റീകൺസൈൽ ചെയ്യുന്നു. പിന്നെന്താണ്, കമ്മ്യൂണിക്കേഷൻ ഈസ് ദെയർ ഫോർ സെൻട്രൽ ടു പൊളിറ്റിക്സ്. അപ്പം പൊളിറ്റിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പിന്നെന്താണ്, പൊളിറ്റിക്കൽ ഡിസിഷൻസ് ബിക്കം അതോറിറ്റേറ്റീവ് പോളിസി ഫോർ എ ഗ്രൂപ്പ്, ബൈൻഡിങ് മെമ്പേഴ്സ് ടു ഡിസിഷൻ ദാറ്റ് ആർ ഇംപ്ലിമെന്റഡ് ബൈ ഫോഴ്സ് ഇഫ് നെസസറി. പൊളിറ്റിക്കൽ ഡിസിഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, എന്തായിട്ട് മാറും, ഒരു അതോറിറ്റേറ്റീവ് പോളിസി ആയിട്ട് മാറും. പൊളിറ്റിക്കൽ ഡിസിഷൻ എന്തായിട്ട് മാറും, ഒരു നിയമമായിട്ട് മാറും, ഒരു അതോറിറ്റേറ്റീവ് പോളിസി ആയിട്ട് മാറും. ബൈൻഡിങ് മെമ്പേഴ്സ് ടു ഡിസിഷൻ ദാറ്റ് ആർ ഇംപ്ലിമെന്റഡ് ബൈ ഫോഴ്സ്. അപ്പം ഈ പറയുന്ന പോളിസീസ് എല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടായിരിക്കും, ചിലപ്പോൾ ഫോഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും അല്ലെ. അപ്പം എല്ലാ പോളിസീസും എല്ലാ ലോസും എല്ലാവരും എന്ത് ചെയ്യണമെന്നില്ല, ഫോളോ ചെയ്യണമെന്നില്ല. അപ്പം എന്താണ്, ആവശ്യമെങ്കിൽ നമുക്ക് അവിടെ എന്ത് ഉപയോഗിക്കാം, ഫോഴ്സ് ഉപയോഗിക്കാം അല്ലെ. നമ്മള് ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന നമുക്ക് ഇഷ്ടപ്പെടാത്ത നിയമങ്ങൾ പോലും നമ്മൾ പല സമയത്തും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. പിന്നെന്താണ്, ദ നെസസിറ്റി ഓഫ് പൊളിറ്റിക്സ് അറൈസസ് ഫ്രം ദ കളക്റ്റീവ് ക്യാരക്ടർ ഓഫ് ഹ്യൂമൻ ലൈഫ്. അപ്പൊ എന്താണ്, ഈ പൊളിറ്റിക്സ് ഉണ്ടാകാനുള്ള ഒരു നെസസിറ്റി എന്ന് പറയുന്നത് എന്താണ്, കളക്റ്റീവ് ക്യാരക്ടർ ഓഫ് ഹ്യൂമൻ ലൈഫ്. അപ്പൊ അവിടെ എന്തുണ്ട്, ഹ്യൂമൻ ലൈഫിൽ എന്തുണ്ട്, ഒരു കളക്റ്റീവ് ക്യാരക്ടർ ഉണ്ട് അല്ലെ. അപ്പം എല്ലാവരും സെൽഫിഷ് ആണ്,
എല്ലാവരും സെൽഫ് സെന്റേർഡ് ആണ്. എല്ലാവരും അവരുടെ കാര്യങ്ങൾ മാത്രമാണ് നോക്കുന്നത്. അങ്ങനെ അവരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ ഒരിക്കലും സൊസൈറ്റി സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യില്ല, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഒരിക്കലും സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യില്ല. അപ്പം സൊസൈറ്റി സ്മൂത്ത് ആയിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ആവശ്യമായിട്ടുണ്ട്? പൊളിറ്റിക്സ് ആവശ്യമായിട്ടുണ്ട്. വി ലിവ് ഇൻ എ ഗ്രൂപ്പ് ദാറ്റ് മസ്റ്റ് റീച്ച് കളക്റ്റീവ് ഡിസിഷൻ അബൌട്ട് ഷെയറിംഗ് റിസോഴ്സസ്, അബൌട്ട് റിലേറ്റിംഗ് ടു അതർ ഗ്രൂപ്പ് ആൻഡ് അബൌട്ട് പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്, നമ്മൾ ജീവിക്കുന്ന ഒരു ഗ്രൂപ്പിലാണ്. അപ്പൊ നമ്മൾ എന്താണ് ഒരു കളക്റ്റീവ് ഡിസിഷനിലോട്ട് നമ്മൾ എത്തിച്ചേരണം. എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് ഡിഫറൻസസ് ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ആ ഡിഫറൻസസിനെ എല്ലാം റീകൺസൈൽ ചെയ്ത് ഒരു കളക്റ്റീവ് ഡിസിഷനിലോട്ട് എത്തിച്ചേരണം. എന്തിനെ കുറിച്ചിട്ടാണ് ആ ഡിസിഷൻസ് ഒക്കെ വരുന്നത്? അബൌട്ട് ഷെയറിംഗ് റിസോഴ്സസ്. നമ്മുടെ സ്റ്റേറ്റിലെ റിസോഴ്സസ് ഉണ്ട്, അത് എല്ലാവർക്കും ഒരേപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലാവരിലോട്ടും എത്തണം, അല്ലേ? അപ്പൊ നമ്മുടെ സ്റ്റേറ്റിലുള്ള റിസോഴ്സസ് എല്ലാവരും എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം. അതോടൊപ്പം തന്നെ എന്താണ് അബൌട്ട് റിലേറ്റിംഗ് ടു അതർ ഗ്രൂപ്പ്. മറ്റു ഗ്രൂപ്പുകളുണ്ട്, ആ ഗ്രൂപ്പുമായിട്ട് നമ്മൾ റിലേറ്റഡ് ആയിരിക്കും, അല്ലെങ്കിൽ അവരെ നമ്മൾ പലപ്പോഴും ആശ്രയിക്കേണ്ടി വരും. ഇപ്പൊ നമ്മുടെ രാജ്യം ഒരുപാട് രാജ്യങ്ങളെ നമ്മൾ ആശ്രയിക്കുന്നുണ്ട്, അല്ലേ? അപ്പം അതുമായിട്ട് ആ മറ്റു ഗ്രൂപ്പുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന കളക്റ്റീവ് ഡിസിഷനിലൂടെയാണ് നമ്മൾ അവർ തമ്മിലുള്ള ആ ഒരു റിലേഷനെ കുറിച്ചിട്ടുള്ള പോളിസീസ് എല്ലാം നമ്മൾ, അല്ലെങ്കിൽ നയങ്ങളെല്ലാം നമ്മൾ രൂപീകരിക്കുന്ന ഈ പറയുന്ന കളക്റ്റീവ് ഡിസിഷനിലൂടെയാണ്. അപ്പൊ അബൌട്ട് റിലേറ്റിംഗ് ടു അതർ ഗ്രൂപ്പ് ആൻഡ് അബൌട്ട് പ്ലാനിങ് ഫോർ ദ ഫ്യൂച്ചർ. ഇപ്പൊ നമുക്ക് ഇന്നത്തെ കാര്യം മാത്രം നടന്നാൽ പോരല്ലേ, നല്ലൊരു ഫ്യൂച്ചറും കൂടെ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു കളക്റ്റീവ് ഡിസിഷനിലൂടെയാണ് നമ്മൾ ഫ്യൂച്ചറും പ്ലാൻ ചെയ്യുന്നത്. ഓക്കെ, ആസ് സോഷ്യൽ ക്രിയേച്ചേഴ്സ് പൊളിറ്റിക്സ് ഈസ് എ പാർട്ട് ഓഫ് അവർ ഫേറ്റ്. അപ്പൊ നമ്മൾ ഒരു സോഷ്യൽ ക്രിയേച്ചർ ആണ്, അല്ലെ? ഒരു സാമൂഹിക ജീവിയാണ്. അപ്പം നമുക്ക് അങ്ങനെ വരുമ്പം പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പാർട്ട് ഓഫ് അവർ ലൈഫ് ആണ്. വി ഹാവ് നോ ചോയ്സ് ബട്ട് ടു പ്രാക്ടീസ് ഇറ്റ്. നമുക്ക് അതിനെ അവോയ്ഡ് ചെയ്യാനേ പറ്റില്ല, നമ്മൾ അത് പ്രാക്ടീസ് ചെയ്തിരിക്കണം. ഓക്കെ ആണല്ലോ? പ്രധാനപ്പെട്ട പാരഗ്രാഫാണ് നേച്ചർ ഓഫ് പൊളിറ്റിക്സിലുള്ളത്, നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ എഴുതാം, തെറ്റില്ല. പക്ഷെ എക്സാമിന് ചോദിക്കാൻ കൂടുതൽ സാധ്യത പൊളിറ്റിക്സ് എസ് എ പ്രാക്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും എക്സാമിന് ചോദിക്കും. അല്ലെങ്കിൽ പൊളിറ്റിക്സ് റിലേറ്റഡ് ആയിട്ട് എന്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ എഴുതാം, അത് ഒരിക്കലും തെറ്റായിരിക്കില്ല. ഓക്കെ, അപ്പൊ ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു എസ്സേ ആണ് കേട്ടോ. എസ്സേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. എസ്സേ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ എക്സാമിന് എത്രയാണ് 2 പേജ് എഴുതിയാൽ മതി. എസ്സേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ 3, 4, 5 പേജ് ഒന്നും എഴുതാൻ നിൽക്കണം. മാക്സിമം നിങ്ങൾക്ക് 2 പേജ് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ 2 പേജ് എഴുതുക, അത്രയും മതി. ഓക്കെ ആണല്ലോ? ഇപ്പം ഇത് എഴുതുമ്പോഴത്തേക്ക് ചിലപ്പോൾ 2 പേജ് ഒക്കെ കഴിഞ്ഞു പോയേക്കാം. ഓക്കെ, ഇപ്പൊ 2 പേജ് എത്തിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കയ്യിൽ നിന്നിട്ട് എഴുതുക. എന്തായാലും മിനിമം 2 പേജ് നിങ്ങൾ എഴുതുക എന്നുള്ളതാണ്. ഓക്കെ, 2 പേജ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ ആണല്ലോ? പിന്നെ നമുക്ക് നോക്കാനുള്ളത് പൊളിറ്റിക്സ് ആൻഡ് ഇൻഎസ്കേപ്പബിൾ ഫീച്ചർ ഓഫ് ഹ്യൂമൻ കണ്ടീഷൻ. അപ്പൊ നമ്മുടെ ഹ്യൂമൻ കണ്ടീഷനിൽ നമുക്ക് ഒരിക്കലും എസ്കേപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നാണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, അല്ലെ? നമുക്ക് പൊളിറ്റിക്സിൽ നിന്ന് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മാറി നിൽക്കാൻ പറ്റില്ല. ദ ഗ്രീക്ക് ഫിലോസഫർ അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് തിങ്കർ ആണ്. പ്ലേറ്റോയുടെ സ്റ്റുഡന്റ് ആണ്. നമുക്ക് ഓൾറെഡി അറിയാം സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ, അല്ലെ? അപ്പം അരിസ്റ്റോട്ടിൽ പറയുന്നത് എന്താണ്? മാൻ ഈസ് ബൈ നേച്ചർ എ പൊളിറ്റിക്കൽ ആനിമൽ. മനുഷ്യൻ എന്ന് പറയുന്നത് അവൻ ഒരു പൊളിറ്റിക്കൽ ആനിമൽ ആണ്. By this he mean not just that politics is unavoidable, but rather that it is the essential human activity. അപ്പം അത് അൺഅവോയ്ഡബിൾ മാത്രമല്ല, അരിസ്റ്റോട്ടിൽ പറയുന്നത് അൺഅവോയ്ഡബിൾ മാത്രമല്ല, പിന്നെ നമ്മുടെ എസെൻഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ ആക്ടിവിറ്റി ആണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് ഈസ് ദ ഫീച്ചർ വിച്ച് മോസ്റ്റ് ഷാർപ്ലി സെപ്പറേറ്റ് അസ് ഫ്രം അതർ സ്പീഷീസ്. അപ്പൊ പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് ആണ് ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത്. നമ്മളെ മറ്റുള്ള മൃഗങ്ങളിൽ നിന്നും മറ്റുള്ള സ്പീഷീസിൽ നിന്നും നമ്മളെ വേർതിരിക്കുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് ആണ്. ഓക്കെ, പിന്നെ പറയുന്നത് ഫോർ അരിസ്റ്റോട്ടിൽ people can only express their true nature as reasoning, virtuous being through participation in political community. അരിസ്റ്റോട്ടിൽ പറയുന്നത് people can only express their true nature as reasoning. അപ്പൊ അവർക്ക് ഓരോ വ്യക്തിയുടെയും ബേസിക് നേച്ചർ എന്ന് പറയുന്നത് റീസണിങ് ആണ്. എല്ലാവരും ഒരു റാഷണൽ ബീങ് ആണ്. അവൻ യുക്തിസഹമായിട്ടാണ് അവൻ ചിന്തിക്കുന്നത്. ഓക്കെ, അവന്റെ ട്രൂ നേച്ചർ എന്ന് പറയുന്നത് റീസണിങ് ആണ്. Okay, virtuous being through participation in a political
കമ്മ്യൂണിറ്റി. അപ്പം ഈ ഒരു റീസണിങ്ങും അതോടൊപ്പം തന്നെ വെർച്വസ് ബീയിങ് ആണ്. നന്മയുള്ള മനുഷ്യനാണ്. അവൻ എന്താണ് റാഷണൽ കപ്പാസിറ്റി ഉണ്ട്, യുക്തിസഹമായിട്ട് ചിന്തിക്കാൻ സാധിക്കും. ഇത് രണ്ടും എന്താണ് അവന്റെ ട്രൂ നേച്ചർ ആണ്. ഓക്കെ, അപ്പം ഇത് അവൻ എങ്ങനെ മാത്രമേ കിട്ടുള്ളൂ? ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിൽ പാർട്ടിസിപ്പേഷനിലൂടെ മാത്രമേ ഈ ഒരു വെർച്വസ് ബീയിങ് ആയിട്ട് അവന് മാറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അവന്റെ റീസണിങ് അവനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെ, മനുഷ്യന് എന്തുണ്ട്? റാഷണൽ ആയിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതോടൊപ്പം തന്നെ അവ എന്താണ്? വെർച്വസ് ബീയിങ് ആണ്. ഇതവനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് എന്തിലൂടെ മാത്രമേ പറ്റുള്ളൂ? ഒരു പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൂടെ മാത്രമേ പറ്റുള്ളൂ. പിന്നെന്താണ് പറയുന്നത്? പൊളിറ്റിക്കൽ ആക്ഷൻ may be interpreted as a way to work out rationally the best common solution to a common problem. പൊളിറ്റിക്കൽ ആക്ഷൻ ഇവിടെ ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ആസ് എ വേ ടു വർക്ക് ഔട്ട് റാഷണലി, യുക്തിസഹമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സൊല്യൂഷന് എന്താണ്, അല്ല, ദ ബെസ്റ്റ് കോമൺ സൊല്യൂഷൻ ടു എ കോമൺ പ്രോബ്ലം. ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലത്തിന് ഒരു ബെസ്റ്റ് കോമൺ സൊല്യൂഷൻ നമ്മുടെ യുക്തി ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക് ഔട്ട് ചെയ്ത് എടുക്കുന്നു. അതാണ് പൊളിറ്റിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ആക്ഷൻ നമ്മൾ അങ്ങനെയാണ് ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. കോമൺ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, എല്ലാവരും ഫേസ് ചെയ്യുന്ന പ്രോബ്ലമാണ് കോമൺ പ്രോബ്ലം എന്ന് പറയുന്നത്. ആ കോമൺ പ്രോബ്ലത്തിന് നമ്മൾ യുക്തി ഉപയോഗിച്ചിട്ട്, റീസൺ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ബെസ്റ്റ് കോമൺ സൊല്യൂഷനിലോട്ട് എത്തിച്ചേരുന്നു. അപ്പം അങ്ങനെ എത്തിച്ചേരുന്ന അതിനെയാണ് എന്തെന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത് തന്നെയാണ് അടുത്ത പറയുന്നത്. ഓർ അറ്റ്ലീസ്റ്റ് എ വേ ടു വർക്ക് ഔട്ട് എ റീസണബിൾ കോമൺ സൊല്യൂഷൻ. എന്താണ് നമ്മൾ എന്ത് വർക്ക്ഔട്ട് ചെയ്യുക? ഒരു റീസണബിൾ ആയിട്ടുള്ള, യുക്തിസഹമായിട്ടുള്ള ഒരു കോമൺ സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യുക? വർക്ക്ഔട്ട് ചെയ്യുക. ഇതാണ് എന്തെന്ന് പറയുന്നത്? പൊളിറ്റിക്കൽ ആക്ഷൻ എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ BPSC 131 നിങ്ങൾ പഠിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആ ഒരു എക്സാം എഴുതുന്നുണ്ടെങ്കിൽ, ഈ ഒരു എസ്സേ നിങ്ങൾ പഠിക്കാണ്ട് പോകരുത്. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പൊളിറ്റിക്സിന്റെ ബേസ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. ഇത് നമുക്ക് പലയിടത്തായിട്ട് എഴുതാനും പറ്റുന്നതാണ് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലെയും അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിൽ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഒരു ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ചാനൽ നമ്മുടെ ചാനൽ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു